ഖുർആനിലെ അയ്യൂബ് നബിയുടെ ക്ഷമയെ കുറിച്ചൊരു സംഭവം പറയുന്നുണ്ട്. അയ്യൂബ് നബി അള്ളാഹുവിനോട് അങ്ങേയറ്റം അടുത്തൊരു പ്രവാചകനാണ്. വളരെ ധനികനും നന്നായി കുടുംബബന്ധം പുലർത്തുന്നതുമായ ഒരു പ്രവാചകൻ. അയ്യൂബ് നബി അള്ളാഹു നൽകിയ സൗഭാഗ്യങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു വന്നു. ആ സമയത്ത് അയ്യൂബ് നബിക്ക് ഒരു മാറാ രോഗം പിടിപെടുന്നുണ്ട്. ആ രോഗം കാരണം അയ്യൂബ് നബിന്റെ ഭാര്യ അല്ലാത്ത ബാക്കി എല്ലാ കുടുംബക്കാരും അയ്യൂബ് നബിയെ ഉപേക്ഷിച്ചു. നല്ല സമ്പന്നരായിരുന്ന അയ്യൂബ് നബിയുടെ കുടുംബം പിന്നീട് അങ്ങോട്ട് പട്ടിണിയുടെയും പ്രയാസങ്ങളുടെയും ദിനങ്ങളെ നേരിടേണ്ടി വന്നു. പട്ടിണി മാറ്റാനായി അയ്യൂബ് നബിയുടെ ഭാര്യ ജോലിക്ക് പോകാൻ തുടങ്ങി. അയ്യൂബ് നബിയുടെ രോഗത്തിന് തീവ്രത മൂർജിച്ചു വന്നു. തന്റെ ശരീരം മുഴുവനും രോഗം പടർന്നു. ബാക്കിയുള്ളത് നാവ് മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് കൈകളും ഉയർത്തി അയ്യൂബ് നബി അള്ളാഹുവിലേക്ക് ദുആ ചെയ്തു. അന്നി മസ്സന്നി ദുർറു വ അൻത അർഹമർ റഹീമീൻ. അള്ളാഹുവേ, എനിക്കൊരു ദുരന്തം എത്തിച്ചിരിക്കുന്നു, നീയാണെങ്കിലോ കാരുണ്യവാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനല്ലേ. അയ്യൂബ് നബിയുടെ ഈ ഒരു ദുആ അള്ളാഹു സ്വീകരിക്കുകയാണ്. അയ്യൂബ് നബിയുടെ രോഗശമനത്തിനായി ഒരു സ്ഥലത്ത് ചവിട്ടാൻ വേണ്ടി പറഞ്ഞു. അവിടെ ചവിട്ടിയപ്പോൾ തന്നെ അവിടെ നിന്ന് വെള്ളം ഉറവ പൊട്ടുകയാണ്. ഉടനെ അള്ളാഹു വീണ്ടും പറഞ്ഞു, അതിൽ നിന്നും സ്വല്പം കുടിക്കുക. കുടിച്ചപ്പോൾ തന്നെ ശരീരത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ അസുഖങ്ങളും ശിഫയാവുകയാണ്. പിന്നെ അള്ളാഹു വീണ്ടും കൽപ്പിച്ചു, അതിൽ കുളിക്കുക. അതിൽ കുളിച്ചപ്പോൾ അയ്യൂബ് നബിയുടെ ശരീരത്തിന്റെ പുറത്ത് ഉണ്ടായിരുന്ന എല്ലാ അസുഖങ്ങളും ശിഫയായി. പലപ്പോഴും അയ്യൂബ് നബിയുടെ ഈ ഒരു ജീവിതം നമുക്ക് പാഠമാകാറുണ്ട്. ഒരു നിമിഷം കൊണ്ട് സുഖാസ്വാദനങ്ങളിലും സൗഭാഗ്യങ്ങളും തകർന്നു പോകുന്ന പലരും അള്ളാഹുവിനെതിരെ മുഖം തിരിച്ചു കളയുകയും മതം ശത്രുവാവുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് അയ്യൂബ് നബിയുടെ സമർപ്പണത്തിനും തവക്കുലിനും മധുരമേറുന്നത്.